പ്രകമ്പനം എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ ഒരു ഹൊറർ കോമഡി മൂവിയാണ്. ഈ സിനിമയിൽ അവർ അവതരിപ്പിക്കുന്ന ഹൊറർ എലമെന്റ്സും കോമഡി സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്റർടൈൻമെന്റ് മൂവിയായിട്ടാണ് പ്രകമ്പനം എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി, അമീൻ, സാഗർ സൂര്യ എന്നിവരാണ്. വിജേഷ് പണത്തൂരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ആ ഒരു സംഭവത്തിലേക്ക് ഇന്നാവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിലും മെയിൻ ഒരു പ്ലോട്ട് വന്നു കഴിയുമ്പോൾ സിനിമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. ക്ലൈമാക്സ് പോർഷനാണ് ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവായിട്ട് തോന്നിയത്. നല്ല അടിപൊളിയായിട്ട് അവർ ക്ലൈമാക്സ് പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോമഡീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സാഗർ സൂര്യയുടെയാണ്. ഒരു കോഴി ക്യാരക്ടറാണ്, പക്ഷേ നല്ല അടിപൊളിയായിട്ട് പുള്ളിയെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് ആ ഒരു പ്രേതബാധ കൂടിക്കഴിയുമ്പോഴുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഗണപതിയാണ് സെക്കൻഡ് ഹീറോ ആയിട്ട് വരുന്നത്. പുള്ളിയും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അമീനാണ് മറ്റൊരു കൂട്ടുകാരനായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളി അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മൂന്നുപേരുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഗണപതിയുടെ മുത്തശ്ശിയായിട്ട് മല്ലിക സുകുമാരന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. മുത്തശ്ശനായിട്ട് പി കുഞ്ഞികൃഷ്ണനാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആ ക്യാരക്ടർ ഷിഫ്റ്റ് ഒക്കെ നല്ല രസമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാട്, നമ്മുടെ മരിച്ചുപോയ കലാഭവൻ നവാസ്, അപ്പോൾ അവരൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ രാജേഷ് മാധവൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അതും കൊള്ളായിരുന്നു. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോ സിറ്റുവേഷനിൽ വരുന്ന സംഭവമൊക്കെ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോങ്സും അത്യാവശ്യം കൊള്ളായിരുന്നു. സിനിമ ഭയങ്കര ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കാനില്ല, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മൂവി എന്ന രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു ടൈം പാസ് മൂവി ആയിട്ടാണ് പ്രകമ്പനം എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം.